എല്ലാവർക്കും നമസ്കാരം. ഈസി കൊമേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ +2 അക്കൗണ്ടൻസിയുടെ ഓണപരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എല്ലാം ഫ്രീ ക്ലാസ്സുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണപരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് എ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ചാപ്റ്ററും പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പകുതി ഭാഗങ്ങളുമാണ് നമുക്ക് +2 അക്കൗണ്ടൻസിയുടെ പാർട്ട് എ ഭാഗത്ത് നിന്നും പഠിക്കാനുള്ളത്. പാർട്ട് ബി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നവരുമുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വരുന്നവരുണ്ട്. പാർട്ട് ബി സെക്ഷന്റെയും വീഡിയോസുകൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഓണപരീക്ഷ ഫോക്കസ് ചെയ്തിട്ടാണ് +2 അക്കൗണ്ടൻസിയുടെ ഓരോ ക്ലാസ്സും നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ തിയറികൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായി നോട്ട്സുകൾ എഴുതിയെടുത്ത് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചു പോകേണ്ടതാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ പാർട്ട് എ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് ആണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പാർട്ണർഷിപ്പ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ പാർട്ണർഷിപ്പിന്റെ മീനിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. when two or more persons join hands to set up business and share profits and losses in an agreed ratio, they are called partnership. ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആരൊക്കെ ഉണ്ടാവും? ഒരു പേഴ്സൺ ഉള്ളത് പാർട്ണർഷിപ്പ് ഫേം ആണോ? അല്ല, രണ്ടോ അതിലധികമോ പേഴ്സൺസ് ഉള്ളതാണ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. when two or more persons, രണ്ടോ അതിലധികമോ പേഴ്സൺസ് ആളുകൾ ജോയിൻ ചെയ്തിട്ട് സെറ്റപ്പ് ബിസിനസ്, അവരെന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നു. അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു എഗ്രീഡ് റേഷ്യോ ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യും എന്നുള്ള ഒരു എഗ്രീഡ് റേഷ്യോ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബിസിനസ്സിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഒന്നുകൂടി പറയാം, മീനിങ് എന്താണ്? when two or more persons join hands to set up a business and sharing profits and losses in an agreed ratio, they are called partnership. ക്ലിയർ ആയോ? ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് ഡെഫിനിഷൻ ആണ്. ഈ ഡെഫിനിഷനിൽ ഈ സെക്ഷനും ഈ ഇയർ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വൺ വേർഡിന് ചോദിക്കാറുള്ളതാണ്. സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ഈ ഓപ്ഷനിൽ 1932 തരാറുണ്ട്, 42 തരാറുണ്ട്. തെറ്റിക്കരുത്, 1932 ആണ് നമ്മുടെ പാർട്ണർഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ആക്ട്. അപ്പൊ അതിലെന്താ പറയുന്നത്? പാർട്ണർഷിപ്പ് ആസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. who have agreed to share profits of a business carried on by all or any of them acting for all. അതായത് ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ രണ്ട് പാർട്ണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരു ബിസിനസ് ഫോം ചെയ്യണം. അതിൽ എന്തുണ്ടായിരിക്കും? ഒരു എഗ്രീഡ് റേഷ്യോ ഉണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും ആ ബിസിനസ് റൺ ചെയ്യുന്നത്, മുന്നോട്ട് റൺ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഒന്നില്ലെങ്കിൽ മീനിങ് പഠിക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷൻ പഠിക്കാം. മീനിങ് പഠിക്കുന്നവർ ഈ സെക്ഷനും ആക്റ്റും ഏതാണെന്നുള്ളതും കൂടി നോക്കി വെക്കുക. ക്ലിയർ ആയോ പാർട്ണർഷിപ്പ് എന്താണെന്നുള്ളത്? ഇനി ഇതിൽ നിന്ന് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണേഴ്സ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ പാർട്ണേഴ്സിനെ ഇൻഡിവിജ്വലി കോൾ ചെയ്യുന്നത്, ഇൻഡിവിജ്വലി എന്താണ് പറയുന്നതെന്ന് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ഇൻഡിവിജ്വലി അവർ പറയുന്ന പേരാണ് പാർട്ണേഴ്സ്. അവരെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഫേം. ഒരുമിച്ച് അവർ വിളിക്കുന്ന പേരാണ് ഫേം. ഇതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് വൺ വേർഡിന് ചോദിക്കുന്നതാണ്. പാർട്ണർഷിപ്പ് ഫേമിൽ അവർ ഓരോ പാർട്ണേഴ്സിനെയും ഇൻഡിവിജ്വലി വിളിക്കുന്ന പേരാണ് പാർട്ണേഴ്സ്, കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഫേം. ഇത് വൺ വേർഡിനാണ് ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വരാറ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീനിങ്ങിന്റെ ഭാഗത്തു നിന്നും ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടതാണ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. അപ്പൊ മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ആണ്. ഈ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പിലെ ഏതെങ്കിലും ഒരു 5 പോയിന്റ്സ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ അതിൽ നിന്ന് വൺ വേർഡിനും ചോദിക്കാറുണ്ട്. അപ്പൊ ആ വൺ വേർഡിന് ചോദിക്കുന്നത് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഫീച്ചേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ വൺ വേർഡിനും കൂടി ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഫീച്ചേഴ്സിൽ നമുക്ക് ഏതൊക്കെ നോക്കാം. ആദ്യത്തത് എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുമ്പോൾ, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. പാർട്ണർഷിപ്പ് is an agreement between two or more persons. രണ്ടോ അതിലധികമോ പേഴ്സൺസ് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് പാർട്ണർഷിപ്പ്. ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. അതെന്ന് പറയുന്നത് എന്താവാം? ഓറലും ആവാം, റിട്ടണും ആവാം. ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കാനുള്ള എഗ്രിമെന്റും ആവാം, അതുപോലെ തന്നെ റിട്ടൺ എഴുതിയിട്ടുള്ള എഗ്രിമെന്റും ആകാം. പിന്നെ രണ്ടാമത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ് ഷാൾ ബി ഷെയർഡ് ബൈ ദി പാർട്ണേഴ്സ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുമ്പോൾ അവിടെ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. ഏത് റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കും. ആ റേഷ്യോയിലായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. മൂന്നാമത് അൺലിമിറ്റഡ് ലൈബിലിറ്റി. ദ ലൈബിലിറ്റി ഓഫ് പാർട്ണർ ഈസ് അൺലിമിറ്റഡ്. അവിടെ പാർട്ണേഴ്സിന്റെ ലൈബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഇത് വൺ വേർഡിന് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. നാലാമത്തെ നമ്പർ ഓഫ് പാർട്ണേഴ്സ്. നമ്പർ ഓഫ് പാർട്ണേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ബിസിനസ്സുകളായിരിക്കും തുടങ്ങുന്നത്. ഒന്ന്, ചിലർ ബാങ്കിങ് ടൈപ്പ് ബിസിനസ് ആയിരിക്കും തുടങ്ങുന്നത്. അങ്ങനത്തെ ബിസിനസ് ആകുമ്പോൾ മിനിമം നമ്പർ എന്ന് പറയുന്നത് 2ഉം മാക്സിമം എന്ന് പറയുന്നത് 10ഉമാണ്.
എന്നാൽ ബാങ്കിങ് അല്ലാത്ത അതർ ബിസിനസ്സുകളാണെങ്കിൽ മിനിമം നമ്പർ 2ഉം മാക്സിമം നമ്പർ 20യുമാണ്. അതും വൺ വേർഡിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇൻ ബാങ്കിങ് ബിസിനസ് 2 മിനിമം 10 മാക്സിമം. അതർ ബിസിനസ് മിനിമം 2 മാക്സിമം 20. ക്ലിയർ ആണ്. ഇനി ലാസ്റ്റ് വൺ രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. പാർട്ണർഷിപ്പ് ബിസിനസിന്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ്സുകൾ ഈ 5 പഠിച്ചാൽ ഇതിൽ ഈ 3ഉം 4ഉം വൺ വേർഡിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ കവർ ചെയ്ത് പോകും. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഫീച്ചേഴ്സ്. ഇനി നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഈ 2 ടോപ്പിക്സ് എഴുതി വെക്കുക. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? മീനിങ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു. ഡെഫിനിഷൻ പഠിക്കുമ്പോൾ എന്താ ഓർക്കേണ്ടത്? ആക്റ്റും ആ ഇയറും ഓർത്തിരിക്കണം. 1932 എന്നുള്ളതും സെക്ഷൻ 4 എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ പഠിക്കേണ്ടത് ഏതായിരുന്നു? ഈ ഫീച്ചേഴ്സ് ഒരു 5 പോയിന്റും പഠിച്ചു വെക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ തന്നേക്കുന്ന നോട്ട്സ് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. നമുക്ക് ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് അക്കൗണ്ടൻസി ഭാഗത്തു നിന്ന് എല്ലാവർക്കും ലഭിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.